ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു വലിയ മോഷണം ഇത് കഴിഞ്ഞതിന് ശേഷം ബസവ അവന്റെ കൂട്ടുകാരൻ രണ്ടുപേരും കൂടെ രക്ഷപ്പെട്ടു പോവാണ്. പിറകാല പോലീസ് ഉണ്ട്. സോ വഴി തെറ്റി ഇവർ രണ്ടുപേരും ഒരു കാട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് മിന്നാമിനുകളെ ഇവർ കാണുകയാണ്. അതൊരു വഴി പോലെ ഇവർക്ക് തോന്നി. ആ വഴിയെ ഇവർ പോകുമ്പോൾ വലിയൊരു കവാടത്തിന്റെ മുന്നിൽ ഇവരെത്തുന്നുണ്ട്. ആ കവാടത്തിന്റെ മുന്നിലായിട്ട് ആ ഗ്രാമത്തിന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഭൈരവക്കോണ. എന്താണ് ആ ഗ്രാമം? ആ ഗ്രാമത്തിലെ മിസ്റ്ററി എന്താണ് അവിടുത്തെ അപകടം? ഒന്നും അറിയാതെ ആ കവാടം താണ്ടി ഇവർ അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. പിന്നീട് അവർ മനസ്സിലാക്കിയ രഹസ്യങ്ങൾ, അനുഭവിക്കേണ്ടി വന്ന ഓരോ കാര്യങ്ങൾ എല്ലാം നമുക്ക് കഥയിലൂടെ നേരിട്ടങ്ങ് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നേരെ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക് പോവല്ലേ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒറ്റപ്പെട്ട ഏതോ ഒരു ഗ്രാമത്തിൽ നിന്നും ഒരാൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എന്നാൽ വെള്ള കണ്ണുകളുള്ള പ്രത്യേക രൂപമുള്ള ഒരെട്ടോളം ആൾക്കാർ വന്നിട്ട് ഇയാൾ ഇവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് ബദ്ധമ്മ എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ അടുത്തേക്ക്. ഇപ്പൊ ആ സ്ത്രീയുടെ മുന്നിൽ എത്തിയപ്പോൾ ഇയാൾ കരഞ്ഞു പറയുന്നുണ്ട്, ബദ്ധമ്മ എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ ഈ തെറ്റിനി ആവർത്തിക്കില്ല എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ബദ്ധമ്മ പറയാണ്, നീ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. ഇപ്പോ ആ ഒരു കറുത്ത വസ്ത്രം ധരിച്ച ആൾക്കാരോട് ഇവനെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകാൻ പറയാണ്. അവിടെ എത്തിയിട്ട് ചങ്ങലയിൽ ഇയാളെ ബന്ധിപ്പിക്കുന്നുണ്ട്. പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ട് ഇയാൾ അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഇവർ കേൾക്കുന്നില്ല. എന്നാൽ പിന്നീട് എന്തോ ഒരു ശക്തി വന്നിട്ട് ഇയാളുടെ ദേഹത്ത് കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വ്യക്തമല്ല എന്താണ് അവിടെ നടക്കുന്നത് എന്ന്. ഈ നാടിന്റെ പേരാണ് ഭൈരവക്കോണ. അടുത്ത സീനിൽ ഒരു പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണ്. അവിടേക്ക് ഒരു കോള് വരുന്നുണ്ട്. വിളിച്ചത് ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി പറയുന്നത് അവളുടെ വീട്ടിൽ കള്ളൻ ഒരു മുറിയുടെ ഉള്ളിൽ കയറിയിട്ട് കഥ കടച്ചിരിക്കുകയാണ്. നാട്ടുകാരെല്ലാവരും കൂടെ അവനെ തല്ലി കൊല്ലാൻ നിൽക്കുകയാണ്. സാറേ എത്രയും പെട്ടെന്ന് വന്ന് അവനെ രക്ഷപ്പെടുത്തണം എന്ന് പറയണം. ഇപ്പൊ ഈ പോലീസുകാരും പറയണം, ഓഹോ അപ്പൊ നീയും അവന്റെ കൂട്ടത്തിലുള്ള ആളായിരിക്കുമല്ലേ, പാർട്ട്ണർ ആയിരിക്കുമല്ലേ എന്ന്. ഇതേ സമയത്തിന് പെൺകുട്ടി പറയണ, അല്ല ഞാനാണ് കല്യാണ പെണ്ണ്, എന്റെ കല്യാണത്തിന് വേണ്ടി എടുത്തു വെച്ച ആഭരണങ്ങളാണ് ഇയാൾ മോഷ്ടിച്ചത്, സാറേ നിങ്ങളൊന്ന് വേഗം വരണം എന്ന് പറയണം. ഇപ്പൊ ആ ഒരു പെൺകുട്ടി അതുപോലെ തന്നെ അവളുടെ അച്ഛൻ, അവളുടെ വീട്ടുകാരെല്ലാവരും കാണിക്കുകയാണ്. എല്ലാവരും ഈ കള്ളനെ കയ്യിൽ കിട്ടി അപ്പൊ തന്നെ തല്ലി കൊല്ലണം ആ ഒരു തീരുമാനത്തിലാണ്. ഇപ്പൊ ആ ഒരു കള്ളനെ കാണിക്കുകയാണ്. ഉള്ളിൽ നിന്നും ഇവന്റെ ആ ഒരു വസ്ത്രമൊക്കെ മാറ്റുന്നുണ്ട്. എന്നിട്ട് മറ്റെന്തോ ഒരു വസ്ത്രം ധരിക്കുകയാണ്. എന്നിട്ട് അതിൽ എന്തൊക്കെയോ ഓയിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് അതിൽ തീ കൊടുത്ത് ഈ നാട്ടുകാരുടെ ഇടയിലൂടെ അവൻ ഓടി രക്ഷപ്പെടുന്നുണ്ട്. നാട്ടുകാർ പിടിക്കാൻ നോക്കിയെങ്കിലും കിട്ടിയില്ല. അങ്ങനെ ഓടി രക്ഷപ്പെട്ട ഈ കളനുണ്ടല്ലോ ഒരു തോടിന്റെ അക്കരയിലേക്ക് എത്തിയിട്ട് അവന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറുകയാണ്. അപ്പൊ ആ ആഭരണങ്ങൾ അവന്റെ ദേഹത്തിന്റെ പല ഭാഗത്തായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ഒരു ബാഗിലാക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബൈക്കുമായിട്ട് അങ്ങനെ പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ വീട്ടിലേക്ക് വരുന്ന പോലീസുകാർ ഈ ബൈക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇത് കള്ളനാണെന്ന് അറിയുന്നില്ല. അവന്റെ സ്റ്റാൻഡ് താന്നു കിടക്കുന്നു. അത് തട്ടിയിട്ട് പോടാന്ന് എസ് ഐ പറയുന്നുണ്ട്. എന്തായാലും ഈ കള്ളൻ അവനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ബസവ. ഇപ്പൊ ബസവ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ജോണ് വന്നിട്ടുണ്ട് ഒരു ജീപ്പുമായിട്ട്. സോ ഇനി അവരുടെ യാത്ര ഒരു ജീപ്പിലാണ്. ജീപ്പല്ല, ഒരു ജിപ്സി. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബസവയെ ഒരാൾ വിളിക്കുന്നുണ്ട്. ബസവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ ഈ സ്റ്റണ്ട് അതുപോലെ തന്നെ ഡ്യൂപ്പ് ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ സിനിമയിലേക്ക് ഒരു വർക്കിന് വേണ്ടി ഇവനെ വിളിക്കുകയാണ്. അത്യാവശ്യം നല്ല പൈസയും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബസവ ഇപ്പൊ ഞാൻ തിരക്കിലാണ്, ഇപ്പൊ പറ്റില്ല എന്ന് പറയാണ്. ഇപ്പൊ ആ വിളിച്ച ആള് ചോദിക്കുകയാണ്, നീ ഇപ്പോഴും അവളുടെ പിന്നാലെയാണോ? വെറുതെ നിന്റെ ജീവിതം തൊലയ്ക്കാൻ നിൽക്കണ്ട. ഇത് കേട്ട സമയത്ത് ബസവയുടെ കണ്ണുകളൊക്കെ ആകെ നിറയുന്നുണ്ട്. അവളില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ലാന്ന് തന്നെ പറയാണ്. അതായത് ഈ നടത്തിയ മോഷണം, ഇവൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യങ്ങൾ, ഇതിന്റെ പിന്നിലൊക്കെ എന്തോ ഒരു ലക്ഷ്യം ഈ ബസവയ്ക്കുണ്ട്. ആരാണ് ഈ ഭൂമി? ആദ്യമായിട്ട് അവളെ കണ്ട ഒരു സമയം ഇപ്പൊ ബസവ അങ്ങനെ ഓർക്കുകയാണ്. അതായത് സിനിമയിലെ ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആണല്ലോ ഈ ബസവ. അങ്ങനെ ഒരു ദിവസം ഈ ഓട്ടോറിക്ഷയുമായിട്ടുള്ള എന്തൊക്കെയോ സ്റ്റണ്ടെല്ലാം കഴിഞ്ഞ് ആ ഒരു ലൊക്കേഷനിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ രണ്ട് ആൾക്കാർ ബൈക്കിൽ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പിന്നാലെ ഒരു ലേഡിയുണ്ട്. ബസവയുടെ ഓട്ടോയിലേക്ക് ആ ഒരു പെൺകുട്ടി കയറുകയാണ്. അവളുടെ പേരാണ് ഭൂമി. കണ്ട സമയത്ത് തന്നെ അവന് വല്ലാത്തൊരു പ്രണയം, ഇഷ്ടമൊക്കെ ആ ഒരു പെൺകുട്ടിയോട് തോന്നി. ഇപ്പൊ ആ ഒരു പെൺകുട്ടി പറയാണ്, ഡാ ദാ പോകുന്ന കള്ളന്മാരി എന്റെ ബേഗുമായിട്ട് പോവുക, അവരുടെ പിന്നാലെ തന്നെ പോകുന്നു പറയാണ്. സോ ബസവയും ഓട്ടോറിക്ഷ അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പിന്നാലെ. എന്നാൽ അവന്റെ കണ്ണ് മുഴുവൻ ഈ പെൺകുട്ടിയിലായിരുന്നു. വല്ലാത്തൊരു പ്രണയം ആദ്യം കണ്ടപ്പോൾ തന്നെ. എന്തായാലും ഭൂമിയുടെ ആ ഒരു വെപ്രാളം കണ്ട സമയത്ത് ബസവ ചോദിക്കുകയാണ്, എന്താണതിൽ, വല്ല സ്വർണ്ണാണോ? ഏയ് അല്ല. കാശാണോ? ഏയ് അല്ല. പിന്നെ വല്ല ഡ്രഗ്സ് ആണോ? ഏയ് അതൊന്നും അല്ല, നിങ്ങളൊന്ന് വേഗം പോന്ന് പറയാണ്. എന്തായാലും ഒരു ഘട്ടത്തിൽ ബസവ ഈ കള്ളന്മാരെ കാണുകയാണ്. ഇവൻ ഏതോ ഒരു പഴയ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഇപ്പൊ ബസവയും അവന്റെ പിന്നാലെ ചെല്ലുകയാണ്. അവനോട് ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ഡാ ഒരു ബാഗ് അവിടെ വെച്ചിട്ട് പോവാണെങ്കിൽ 500 രൂപ തരാടാ. ഇതേ സമയത്തിന് ആ ഒരു കള്ളൻ വേഗം ആക്രാന്തം കാരണം ആ ഒരു ബാഗ് തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കി ഈ കള്ളൻ ആകെ ഞെട്ടിപ്പോവാണ്. അവിടുന്ന് തിരിഞ്ഞു ഓടുകയാണ്. അതുപോലെ തന്നെ ബസവ അങ്ങോട്ടേക്ക് വരുമ്പോൾ ബസവയോട് ഈ കള്ളൻ പറയുന്നുണ്ട്, ഡാ ആ പെണ്ണിന്റെ പിന്നാലെ പോണ്ട, വേണമെങ്കിൽ വെച്ച് പിടിച്ചോന്ന്, രക്ഷപ്പെട്ടോന്ന് പറയാണ്. ഇപ്പൊ ബസവ എന്തപ്പോ ഈ ബാഗിൽ ഇതറിയാൻ വേണ്ടി നേരെ ആ ഒരു ബാഗിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് ഒരു മുഴുവനായിട്ടുള്ള അസ്ഥികൂടമായിരുന്നു. കണ്ട സമയത്ത് ബസവ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നാലും അവനത് കണ്ടതായിട്ട് നടിക്കുന്നില്ല കേട്ടോ. ഇതേ സമയത്തിന് ഭൂമി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് അങ്ങോട്ട് വരുന്നുണ്ട്. ആ ഒരു ബാഗ് മൂടുന്നുണ്ട്. ഇപ്പൊ ഈ ചെയ്തതിന് ചെറിയൊരു കാശൊക്കെ അവന് കൊടുക്കുന്നുണ്ടെങ്കിലും ബസവ അത് മേടിക്കുന്നില്ല. അവൾ പോകുന്ന സമയത്ത് ഈ ബസവയുടെ ഉള്ളിൽ തന്നെ ഒരു ഞെട്ടലായിരുന്നു. കാരണം കാണാൻ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അവളുടെ കയ്യിൽ കൊണ്ടുനടക്കുന്ന ആ ഒരു ബാഗില് ഒരു മനുഷ്യന്റെ പൂർണ്ണമായിട്ടുള്ള അസ്ഥികുടം. ഞെട്ടാതിരിക്കുവോ? അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു. ബസവയ്ക്ക് ഒരു കൊട്ടേഷൻ കിട്ടുകയാണ്. ചെറിയ കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ കൊട്ടേഷൻ കൊടുക്കുന്നത് നാഗേന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുണ്ടയാണ്. അതായത് ഒരു പെൺകുട്ടിയെ 2 ദിവസം മരിക്കാതെ സൂക്ഷിക്കണം. അവളിപ്പോ ബോധം കെട്ട് എടുക്കുകയാണ്. സോ ഈ നാഗേന്ദ്ര ചോദിക്കുന്ന സമയത്ത് അവളെ തിരിച്ചു കൊടുക്കണം. ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും ഇയാൾ പറയുമ്പോൾ ചെയ്യാതിരിക്കാനായിട്ട് ബസവയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചുവന്ന കാറിന്റെ ഡിക്കിയിലുള്ള ആ ഒരു പെൺകുട്ടി ഇപ്പൊ ബസവ
നോക്കുമ്പോൾ അത് മറ്റാരുമായിരുന്നില്ല, 2 ദിവസം മുന്നേ ബസവ കണ്ടിരുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഭൂമി, അവള് തന്നെയായിരുന്നു. ബോധമില്ലാതെ ആ ഡിക്കിയിൽ അവൾ അങ്ങനെ കിടക്കുകയാണ്. ഇതോടെ ഫ്ലാഷ് ബാക്ക് കഴിയാണ്, പഴയതുപോലെ തിരിച്ചു വരികയാണ്. അതായത് ബസവ, അവന്റെ കൂട്ടുകാരൻ ജോണ്, ഇവർ രണ്ടുപേരും ആ ഒരു സ്വർണവുമായിട്ട് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഈ വണ്ടി തട്ടി വീണ് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ ഇവർ കാണുന്നുണ്ട്. ബോധമൊന്നും ഇല്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ ബസവയ്ക്ക് അവളെ വിട്ടിട്ട് വരാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അവളെ ആ ഒരു ജിപ്സിയുടെ ബേക്കിലേക്ക് എടുത്തിടുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. ഇവരുടെ പിന്നാലെ വന്ന പോലീസുകാർ ഈ മറിഞ്ഞെടുക്കുന്ന സ്കൂട്ടി കാണുകയാണ്. അതുപോലെ തന്നെ SI ആ ഒരു ചോരയും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് ഫേക്ക് ആയിട്ടുള്ള ബ്ലഡ് ആണെന്ന് മനസ്സിലായി, ഒരു കോഴിയുടെ രക്തമാണ്. അതുപോലെ തന്നെ ആ ഒരു സ്കൂട്ടി, അതിന് എഞ്ചിനോ ബാക്കിയുള്ള ടയറോ കാര്യങ്ങളൊന്നുമില്ല, അതായത് ഫേക്ക് ആയിട്ടുള്ള ഡമ്മി ആയിട്ടുള്ള ഒരു സ്കൂട്ടിയാണ്. സോ ഇങ്ങനെയുള്ള ഈ പരിപാടി ചെയ്യുന്നത് ആരാണെന്ന് SIക്ക് നന്നായിട്ട് അറിയാം. അഗ്രഹാരം ഗീത ഫേക്ക് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് അവള് തന്നെ ഉണ്ടാക്കും. എന്നിട്ട് ആരെങ്കിലും അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ കയ്യിൽ നിന്നും കാശും പണവും മേടിക്കലാണ് അഗ്രഹാരം ഗീതയുടെ പ്രധാന പരിപാടി. സോ ഈ ഗീതയുമായിട്ടാണ് നമ്മുടെ ബസവയും ജോണും പോകുന്നത്. ബേക്കിൽ കിടക്കുന്നത് ഒരു കള്ളത്തെയാണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ പോലീസ് ചെക്കിംഗ് കാണുകയാണ്. ഇവർക്ക് നിർത്താൻ പറ്റില്ലല്ലോ, കള്ളന്മാരല്ലേ, എന്തായാലും ചെക്കിംഗ് ഉണ്ടാവും, പിടിക്കപ്പെടും. അതുകൊണ്ട് അതിന് ഇവർ നിന്നു കൊടുക്കുന്നില്ല, വണ്ടി എടുത്ത് ഒരൊറ്റ പോക്ക് പോവാണ്. അതുപോലെ തന്നെ പോലീസുകാർ ഇവരുടെ പിന്നാലെ വരുന്നുണ്ടെങ്കിലും അവസാന ഒരു ഘട്ടത്തിൽ ബസഫ ഏതോ ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് ഇവന്റെ ഈ ഒരു ജിപ്സി കൊണ്ടുപോയി കയറ്റാണ്. പോലീസുകാർ ഇപ്പൊ കാണാനില്ല. പക്ഷേ ഈ പെൺകുട്ടി എങ്ങനെയെങ്കിലും ആശുപത്രിയിലേക്ക് എത്തിക്കണ്ടേ, അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ, ഇപ്പൊ എന്താ ചെയ്യുക? ആശുപത്രിയിലേക്ക് ചിലപ്പോൾ കൊണ്ടുപോയി ചിലപ്പോൾ അവിടെ പോലീസുകാരുണ്ടാവും, നമ്മളെ ചിലപ്പോൾ പൊക്കിന്ന് വരും, ചിലപ്പോൾ നമ്മളായിട്ട് തന്നെ ഈ പെൺകുട്ടി അപകടപ്പെടുത്തിയതാന്ന് വരെ അവർ പറയും. ഇപ്പൊ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ബസവ കാണുകയാണ്. അതായത് ഒരുപാട് മിന്നാമിനുങ്ങൾ ഒരു പാത പോലെ ഇതങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. സോ ഈ വഴിയിലൂടെ പോയ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേക്ക് എത്തുമെന്ന് കരുതിയിട്ട് ബസവയും ജോണും കൂടെ ഇവരുടെ ആ ഒരു ജിപ്സി നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. വിചാരിച്ചതുപോലെ തന്നെ ഒരു ഗ്രാമത്തിന്റെ കവാടത്തിലേക്ക് ഇവരെത്തുന്നുണ്ട്. ആ ഗ്രാമത്തിന്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഭൈരവക്കോണ. എന്തായാലും ഇവർ അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ നോക്കുമ്പോൾ ഒരാൾ തടയാണ്. എന്നാൽ കണ്ണ് കാണാത്ത ഒരു അപ്പാപ്പൻ അവിടെ ഉണ്ടായിരുന്നു. തടയണ്ട, അവര് വന്നോട്ടെ, അവരുടെ വാഹനത്തിൽ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറയാണ്. എന്നാൽ ഇയാളത് കാണുന്ന പോലുമില്ല. എന്നിട്ട് എങ്ങനെയാണ് ഇയാൾ ഇതിങ്ങനെ പറഞ്ഞത്? എന്തായാലും ഇത് കേട്ടപ്പോ ബസവ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്തായാലും ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് ചെന്നപ്പോ കുറെ ആൾക്കാർ കൂടി അങ്ങനെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഒരു 4-5 പേര് ഒരു വലിയ തൂണിന്റെ മുകളിൽ കെട്ടിയിട്ട് ഈ പഴുത്ത കമ്പി കൊണ്ട് ചാട്ട കൊണ്ട് ഇവരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ബസവയും ജോണും ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതെന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവര് തെറ്റ് ചെയ്തിട്ടാ. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ബസവ ചോദ്യം ചെയ്യുമ്പോൾ ആ നാട്ടുകാരൻ ചോദിക്കുകയാണ്, ആഹാ നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ, പുറത്തുനിന്നല്ലേ, വിട്ടോ കൂടുതൽ ചോദിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ജോണ് ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടാ ഇവിടെ എങ്ങാനും ഡോക്ടർമാരോ വൈദ്യരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഡോക്ടർ നരപ്പ ഉണ്ട്, അങ്ങോട്ടേക്ക് പോയാൽ മതി. അങ്ങനെ നരപ്പയുടെ വീട്ടിലേക്ക് ഇവരെത്തുകയാണ്. ഇതുപോലെ തന്നെ ബോധമില്ലാതെ കിടക്കുന്ന ഈ ഗീത ഒരു കള്ളത്തിയാണെന്നും അവളുടെ പേരെന്താണെന്ന് ഇവർക്ക് അറിയില്ല കേട്ടോ. നേരെ ഡോക്ടറുടെ മുറിയിൽ കൊണ്ടേ കെടുത്തുന്നുണ്ട്. ഡോക്ടർ പറയാണ് നിങ്ങൾ പുറത്ത് നിൽക്കുക, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന്. ഇതേ സമയത്തിന് പുറത്ത് ആ ഒരു കാറിന്റെ അടുത്ത് നിൽക്കുന്ന ബസവ ജോണ്, ബസവക്ക് ഒരു കോള് വരുന്നുണ്ട്, നീ വണ്ടി ഒന്ന് നോക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ബസവ റേഞ്ച് പിടിക്കാൻ പോവാണ്, കാരണം കോള് കണക്ട് ആവുന്നില്ല. ഈ സമയത്ത് ഈ ജോണ് ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കാണ്. കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് അവൻ ചെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു പാറയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ കാര്യം ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി കുറച്ച് ദേഷ്യത്തില് എനിക്ക് വിഷമം കൊണ്ടാന്നൊക്കെ പറയാണ്. പിന്നെ അവളൊന്ന് തണുത്തു. എന്നിട്ട് പറയാണ്, എന്റെ വിഷമം പോവാനായിട്ട് നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ജോണിന് കിളിവാറുകയാണ്, ലഡ് പൊട്ടുകയാണ്. കെട്ടിപ്പിടിച്ചോ, അതിനെന്താ? ഇപ്പൊ കെട്ടിപ്പിടിച്ച് കരയുന്ന സമയത്ത് ആ പെൺകുട്ടി പറയാണ്, ഞാൻ നിങ്ങളൊന്ന് ചുംബിച്ചോട്ടെ, എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്ന പറയാണ്. ആയിക്കോട്ടെ ധാരാളമായിട്ട് നിങ്ങൾ ഉമ്മ വെച്ചോന്ന് പറഞ്ഞിട്ട് ജോണ് അവന്റെ ചുണ്ടിങ്ങനെ കൂർപ്പിച്ച് പിടിക്കുകയാണ്. പക്ഷെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഈ പെണ്ണിനെ കാണാനില്ല. ഇതേ സമയത്ത് തന്നെ ഉള്ളില് ഡോക്ടർ നരയപ്പം നോക്കുമ്പോൾ നമ്മുടെ ഗീത ഉണ്ടല്ലോ, അവളുടെ ആ ഒരു നെറ്റിയിലെ ചോര, അത് ചോരയൊന്നുമല്ല കോഴിയുടെ ചോരയായിട്ടാണ്. സോ അതെല്ലാം തുടച്ചു കളഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി എടുത്ത് ഇയാളുടെ തലക്കെട്ട് ഒരു അടിയും കൊടുത്ത് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതുപോലെ തന്നെ നേരത്തെ കാണാതായ ആ ഒരു പെൺകുട്ടിയെ തേടി നമ്മുടെ ജോണ് അങ്ങനെ ചുറ്റും നോക്കി നടക്കുകയാണ്. നേരെ അവരുടെ ആ ഒരു വണ്ടി നിർത്തി ആ ഒരു സ്ഥലത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ബസവ അങ്ങോട്ടേക്ക് വരികയാണ്. വണ്ടി എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് ജോണ് വണ്ടി മിസ്സായ കാര്യം മനസ്സിലാവുന്നത്. ഇതേ സമയത്ത് തന്നെ ഡോക്ടർ നരയപ്പോ ഒരു അരിവാളുമായിട്ട് പുറത്തേക്ക് വരികയാണ്. എവിടെ അവൾ എവിടെ പോയി? ആര് എന്നിപ്പോ ബസവയും ജോണും ചോദിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ആ ഒരു പെണ്ണ് തന്നെ, അത് വെറും കള്ളത്തെയാണ്, അവൾക്ക് മുറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പറയാണ്. അപ്പൊ തന്നെ ബസവക്ക് കാര്യം മനസ്സിലായി, ഇവരുടെ വണ്ടിയുമായിട്ട് കടന്നു കളഞ്ഞത് മറ്റാരുമല്ല, ആ ഒരു പെണ്ണ് തന്നെ. അങ്ങനെ ഇവര് 3 പേരും കൂടെ ഗീതയെ പിടിക്കാൻ പോവുകയാണ്. എന്നാൽ ഡോക്ടർ നരയപ്പോ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, അവൾ അധികം ദൂരമൊന്നും പോകാൻ സാധ്യതയില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഗീത ആ ഒരു വാഹനമായിട്ട് പോകുമ്പോൾ അവൾക്കറിയാം ഈ വാഹനത്തിൽ ഒരു ബാഗ് ഉണ്ട്, അതിൽ സ്വർണ്ണം ഉണ്ടെന്ന്. കാരണം അവൾ ബോധം കെട്ടതുപോലെ അഭിനയിച്ച് കിടക്കുമ്പോൾ ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന കാര്യങ്ങൾ അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ ഗീത ഈ ഒരു വാഹനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. പോകുന്ന വഴിയിൽ ഒരു സൈക്കിളുകാരനെ അറിയാതെ തട്ടുന്നുണ്ട്. വീണ ഇയാളെ നോക്കിയിട്ട് ഗീത ആദ്യം ഒന്ന് സോറി പറയാണ്. പക്ഷെ എന്തോ ഒരു പന്തികേട് തോന്നിയത് കൊണ്ട് തന്നെ അവൾ നേരെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഇതുപോലുള്ള സൈക്കിളുമായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഗീത പോയ ആ ഒരു വാഹനത്തിനെ ചുറ്റങ്ങോട്ട് വളയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ബോധമില്ലാതെ കിടക്കുന്ന ഗീതയെ കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന ബസവ, ജോണ്, അതുപോലെ തന്നെ ഡോക്ടർ നരപ്പ ഗീതയെ വിളിച്ചുണർത്തുകയാണ്. ആ വണ്ടി എവിടെ, സ്വർണ്ണം എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് ഒരു കാര്യം ഓർമ്മയില്ല. ഇതുപോലെ കുറച്ച് സൈക്കിളുകാർ വന്ന് ചുറ്റും നിന്നത് മാത്രം ഓർമ്മയുള്ളൂ. ഇവളൊരു കള്ളത്തിയാണെന്നും അതുപോലെ തന്നെ നുണ പറയാണെന്നും ബസവയ്ക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നരപ്പയുടെ കയ്യിലുണ്ടായിരുന്ന അരിവാള് വാങ്ങിയിട്ട് അവളുടെ കഴുത്തിന് വെച്ച് ചോദിക്കുകയാണ്, എവിടെ ആ ഒരു സ്വർണ്ണം, എനിക്കത് നിർബന്ധമായിട്ടും വേണം, അതില്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. എടാ ഞാൻ സത്യം പറയുന്നത്, എനിക്കൊന്നും അറിയില്ല. ഇപ്പൊ ഡോക്ടർ നരപ്പ പറയാണ്,
മിക്കവാറും അത് ആ കള്ളന്മാര് തന്നെയായിരിക്കണം. അതുപോലെ തന്നെ ഇവർ നോക്കുമ്പോൾ ഒരു പഴയ ബിൽഡിംഗ് ഇവരിവിടെ കാണുകയാണ്. സോ അതിന്റെ ഉള്ളിലേക്ക് ഇവർ കയറി നോക്കുമ്പോൾ ഒരു ജയിൽ പോലെയായിരുന്നു. ഇതെന്താ ജയിലാണോ എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഡോക്ടർ നരപ്പ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയിട്ട് ഇവർക്ക് കുറെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. കുറെ മന്ത്രവാദികൾ താമസിക്കുന്നത് ദാ ആ ഭാഗത്താണ്, കള്ളന്മാര് താമസിക്കുന്നത് ദാ ഈ ഭാഗത്താണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പൊ ബസവ പറയാണ് എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ ആ ഒരു സ്വർണം തിരിച്ചു കിട്ടണം, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ നരപ്പ പറയാണ് നിങ്ങൾക്ക് ഇതൊരു ജയിലായിട്ട് തോന്നുന്നുണ്ടോ? ഈ ഒരു നാട് ഭൈരവക്കോണ. അങ്ങനെയാണെങ്കിൽ ഈ ജയിലിന് ഒരു ജയിലർ ഉണ്ട്. ആ ജയിലറുടെ പേരാണ് ബദ്ധമ്മ. നമുക്ക് അവരുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയാലോ? അങ്ങനെ ഇവര് നേരെ ബദ്ധമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതായത് അവര് പൂജ നടത്തുന്ന ആ ഒരു കാവിലേക്ക്. എന്നാൽ അവിടെ ബദ്ധമ്മ ഉണ്ടായിരുന്നില്ല. ബദ്ധമ്മ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, മറ്റൊരു വലിയ കോട്ട. അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ബദ്ധമ്മ അവരുടെ ആ ഒരു കൈ നീട്ടിയിട്ട് അതിലൊരു പ്രകാശം പോലെ എന്തോ ഒന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മോക്ഷം വേണമെങ്കിൽ ഈ ഒരു വെളിച്ചത്തിൽ തൊട്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന് ബദ്ധമ്മ പറയാണ്. അതുപോലെ തന്നെ ബദ്ധമ്മ അവിടെ കുത്തിവെച്ച ഒരു വടി ഇത് കാണുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഭയമാകുകയാണ്. ഒരാൾ പോലും ആ ഒരു വെളിച്ചത്തിലേക്ക് തൊടാൻ വരുന്നില്ല. ആർക്കും മോക്ഷം വേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരാൾ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു രൂപമാണ്. ഇയാളുടെ പേര് രാജപ്പ എന്നാണ്. ഇപ്പൊ രാജപ്പനോടും ആ കയ്യിലെ വെളിച്ചത്തിൽ തൊടാൻ വേണ്ടി ഈ ബദ്ധമ്മ പറയാണ്. എന്നാൽ രാജപ്പ പറയാണ് ഞാൻ ഒരിക്കലും ഇതിൽ തൊടില്ല. കാരണം എന്റെ ഉള്ളിൽ ആ ഒരു പ്രതികാരം, വൈരാഗ്യം, പക അത് വീട്ടാതെ ഞാൻ ഇതിൽ തൊടില്ല എന്ന് തന്നെ പറയാണ്. ഇതേ സമയത്ത് തന്നെ ബസവ ഒരു കാവിലാണല്ലോ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഈ ബദ്ധമ്മ വന്നിട്ടുണ്ട്. അതുപോലെ ബസവ പറയാതെ തന്നെ അവന്റെ ആ ഒരു പേരും കാര്യങ്ങളും ബദ്ധമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ പേരും എനിക്കറിയാം, നിന്റെ പ്രണയത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്താ വിചാരിച്ചത്? വലിയൊരു പാപം ചെയ്തിട്ട് പിന്നീട് ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പൊറുക്കപ്പെടുമെന്നോ? നീ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ. അതായത് ബസവ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട്. എന്തായാലും ബസവയുടെ മുഖത്ത് ആ ഒരു ഭയം നമുക്ക് കാണാം. അതുപോലെ തന്നെ ബസവ വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകാണ് നമ്മളെ. അതായത് ബസവയ്ക്ക് ഒരു ജോലി കിട്ടിയില്ലേ, ഭൂമിയെ 2 ദിവസം ആരും കാണാതെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു വെക്കാൻ. സോ ആ ഒരു ജോലി അവൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പഴയ വീട്ടിലേക്ക് അവളെ കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ അവൾക്ക് ഇപ്പൊ ബോധമില്ലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ബോധം വന്ന് നോക്കുമ്പോൾ ഒരാൾ അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഭൂമിക്ക് ആകെ പേടിയായി. അതുകൊണ്ട് തന്നെ പതിയെ ഒളിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇയാൾ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വടി എടുത്തിട്ട്, അത് നമ്മുടെ ബസവയാണ്, അവനിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. തെർമോകോൾ പൊട്ടുന്നത് പോലെ ആ ഒരു വടി പൊട്ടിപ്പോവാണ്. നോക്കുമ്പോൾ എന്താ, സിനിമ ഷൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള, ഇവൻ ഓൾറെഡി ഒരു സ്റ്റണ്ട് മാസ്റ്റർ ആണല്ലോ, അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ മുഴുവനായിട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഭൂമിക്ക് ഇവനെ പെട്ടെന്ന് മനസ്സിലായി. നീ മറ്റേ ആ ഒരു ഓട്ടോക്കാരനല്ലേ, എന്നെ അന്ന് രക്ഷപ്പെടുത്തി എന്റെ ബാഗ് തിരിച്ചു തന്ന ആ ഓട്ടോക്കാരനല്ലേ, അപ്പൊ നീ ആയിരുന്നല്ലേ എന്നെ തട്ടിക്കൊണ്ടുവന്നേ? ഇപ്പൊ ബസവ് പറയാണ് തട്ടിക്കൊണ്ടുവന്നത് ഞാനല്ല, പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. അന്ന് നിന്റെ ബാഗിൽ ഞാനൊരു അസ്ഥി കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എന്തിനാന്ന് ചോദിക്കാണ്. എന്നാൽ ആദ്യമൊന്നും ഭൂമി അതെന്തിനാണെന്ന് പറയുന്നില്ല. ഓക്കെ, നീ ഒന്ന് വിശ്രമിക്ക്, ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് ഒരു ഇച്ചിരി വെള്ളം എടുക്കാനായിട്ട് ബസവ നേരെ കാറിലേക്ക് ചെല്ലുകയാണ്. പിന്നീട് ആ ഒരു വെള്ളം എടുത്ത് കുടിക്കുന്ന സമയത്ത് എന്തോ ഒന്ന് അവന്റെ നേരെ വരുന്നതുമായിട്ട് ബസവക്ക് തോന്നുകയാണ്. തല ഒറ്റ വെട്ടിക്കലാണ്. നോക്കുമ്പോൾ എന്തോ ഒരു ചെറിയ സൂചി പോലൊരു സാധനം വന്ന് ഈ ബോട്ടിൽ കുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ വെള്ളത്തിന്റെ നിറം മാറുകയാണ്. അതിനർത്ഥം എന്താണ്? ഈ സൂചിയുടെ തറ്റത്ത് വിഷമുണ്ട്. അതുപോലെ ഈ ചെറിയ ചെറിയ സൂചികൾ ഒരുപാടെണ്ണം വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബസവ കാറിന്റെ അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. നോക്കുമ്പോൾ 2 കാലുകൾ കാണുന്നുണ്ട്. പതിയെ പതിയെ ആ ഒരു പുൽത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് ബസവ കയറുകയാണ്. അധികം വൈകിയില്ല, അവന് നേരെ ഇമാതിരി വിഷപ്രയോഗം നടത്തിയ ആളെ പിടിക്കുകയാണ്. ഒരു ചെറിയ പയ്യനാണ്. ഈ പയ്യനുമായിട്ട് നേരെ ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭൂമിക്ക് ഈ പയ്യൻ ഏതാണെന്ന് മനസ്സിലായി. കാരണം അവളുടെ കൂട്ടത്തിലുള്ള ഒരു ചെറിയ പയ്യനാണ് സിദ്ധ. അപ്പൊ അവന്റെ കഴുത്തിനും പിടിച്ച് ബസവ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഓഹോ, അപ്പൊ നീ ഇവളുടെ ടീമിലുള്ള ആളാണല്ലേ, പറയടാന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഭൂമി പറയാണ് അവനോട് അങ്ങനെ ചോദിക്കല്ലേ, കാരണം അവന് സംസാരിക്കാൻ കഴിയില്ല. ആദ്യമൊന്നും ഷോക്കായെങ്കിലും ബസവ അവന് വിടുന്നില്ല. പക്ഷെ അവന്റെ കഴുത്തിന് തന്നെ പിടിച്ചിട്ട് പറയാണ്, എന്നാ പറ, എന്തിനാണ് ആ അസ്ഥികൾ നീ നിന്റെ കയ്യിൽ സൂക്ഷിക്കുന്നത്? അങ്ങനെ ഭൂമി അവളുടെ ആ ഒരു കഥ പറയാണ്. എന്റെ നാടിന്റെ പേര് പച്ചക്കോട് എന്നാണ്. വളരെയധികം മനോഹരമായിട്ടുള്ള കാടിനോട് ചേർന്ന ഒരു ഗ്രാമമായിരുന്നു. ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ താമസിച്ചത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്നു നാഗേന്ദ്രനും അവന്റെ കുറച്ച് ആൾക്കാരും നമ്മുടെ ഈ ഒരു സ്ഥലത്തിൽ കണ്ണുവെച്ച് ഞങ്ങൾ എല്ലാവരെയും അവിടെ നിന്ന് അടിച്ചോടിപ്പിച്ച് ഒഴിവാക്കി. മറ്റൊരു സ്ഥലമില്ലാതെ ഞങ്ങൾ വന്ന് താമസിച്ചത് നഗരത്തിലെ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ പെറുക്കുന്ന ആ ഒരു സ്ഥലത്താണ്. ഞങ്ങളിൽ കുറെ പേരൊക്കെ വേസ്റ്റ് പെറുക്കി ജീവിച്ചു. കുറെ ആൾക്കാരൊക്കെ മാലയും വളയും വിറ്റ് ജീവിച്ചു, കാറ് കഴുകി ജീവിച്ചു. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ ആ ഒരു ജീവിതമെല്ലാം വളരെയധികം ദുഷ്കരമായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ അനുഭവിച്ചു. അങ്ങനെ നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ എല്ലാവരും കയ്യിലുണ്ടായിരുന്ന കാശ് എല്ലാം കൂടി ഒത്തൊരുമിച്ചിട്ട് കുറച്ച് കാശാക്കി ഒരു വക്കീലിനും കൊണ്ടേ കൊടുത്തു. എന്നാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും ആ നാഗേന്ദ്രനും അവന്റെ ആൾക്കാരും സ്വാധീനിച്ചു. ഞങ്ങൾക്കെതിരെയായിട്ട് അവർ പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഇനി അവസാനമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആ സ്ഥലം ഞങ്ങളുടേതാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് 100 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ഞങ്ങളുടെ നേതാവ് ദോരെ, അദ്ദേഹത്തിന്റെ ആ ഒരു മൃതദേഹം അടക്കിയ സ്ഥലത്ത് നിന്നും അദ്ദേഹത്തിന്റെ ആ ഒരു അസ്ഥി കൂടെ നമ്മൾ മാന്തിയെടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് നിന്ന് മാന്തിയെടുത്ത ആ ഒരു എല്ല്, അതിന്റെ ആ ഒരു DNA ഇതെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുമല്ലോ അത് ഞങ്ങളുടെ പൂർവികരുടെ മണ്ണാണെന്ന്. അങ്ങനെ ആ എല്ലുമായിട്ട് ഫോറൻസിക് ലാബിലേക്ക് ഞാൻ പോകുമ്പോഴാണ് 2 കള്ളന്മാർ വന്നിട്ട് എന്റെ ബാഗ് തട്ടിപ്പറിച്ച് ഓടിയത്. അപ്പോഴാണ് നീ എന്നെ രക്ഷപ്പെടുത്തിയത്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇത്രയും നേരം ബസവ ഈ കാര്യങ്ങൾ ഓർത്തതാണ്. വീണ്ടും ഭൈരവക്കോണയിലേക്ക് തന്നെ ബസവയുടെ അടുത്തേക്ക് ജോൺ വരുന്നുണ്ട്. ഇപ്പൊ ജോണിനോട് പറയാണ്, നമ്മൾ എന്ത് വില കൊടുത്തിട്ടായാലും ശരി ആ ഒരു സ്വർണം അത് നമ്മൾ തിരിച്ചെടുത്തേ മതിയാവുള്ളൂ. എടാ, അതെങ്ങനെയാണ്, ഇതിപ്പോ എവിടെ പോയിട്ട്
വിട്ടാ തപ്പ് നമ്മള്. അതുപോലെ തന്നെ ഈ സ്ഥലം അത്ര പന്തികേടല്ല, നമുക്ക് നൈസായിട്ട് സ്കൂട്ടായാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബസവ സമ്മതിക്കുന്നില്ല. മാത്രമല്ല ഈ കള്ളന്മാര് അവരുണ്ടാക്കുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് ബസവ ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ ശബ്ദം കേട്ടപ്പോൾ കള്ളന്മാരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇതേ സമയത്ത് തന്നെ ബസവ ഒരു തീക്കുള്ളി എടുത്തിട്ട് അതിലിട്ട് ഒരുത്തിനിട്ട് നല്ല പെടപെടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് എവിടെ ആ ഒരു ബാഗെന്ന്. ഇതിൽ ഈ കള്ളന്മാര് ഭയന്നുപോയി. എല്ലാവരും സൈക്കിൾ കൊണ്ട് 4 ഭാഗത്തേക്ക് ഓടുകയാണ്. എന്ന് ഇവരുടെ പിന്നാലെ തന്നെ സൈക്കിൾ കൊണ്ട് നമ്മുടെ ബസവയും പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ ബസവ ജോണ് രണ്ടുപേരും ഒരു പഴയ കോട്ടയിലേക്ക് എത്തുകയാണ്. ആ കോട്ടയുടെ ഉള്ളിലേക്ക് ഈ കള്ളന്മാര് ഓടിക്കയറി. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലേക്ക് ബസവയും ജോണും വന്നു. അപ്പോ അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഇവർക്ക് നഷ്ടമായ ഈ ആഭരണങ്ങൾ ഉണ്ടല്ലോ, ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരാൾ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ രാജപ്പ തന്നെ. ഇപ്പൊ രാജപ്പയോട് ഇത് ഞങ്ങളുടെ സ്വർണ്ണമാണ്, തിരിച്ചു തരാൻ വേണ്ടി ബസവ ചോദിക്കുന്നുണ്ട്. എന്നാൽ രാജപ്പ പറയാണ് ആര് പറഞ്ഞു ഇത് നിങ്ങളുടേതാണെന്ന്? ഞാൻ എന്റെ പൊന്നു മോൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ ആഭരണങ്ങളാണ് ഇതൊക്കെ. ഇത് എന്റെ കയ്യിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടതാണ്. അതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ എത്തിയെന്ന് രാജപ്പ എഴുന്നേറ്റ് ചോദിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബസവയും ജോണും പറയാണ് നിങ്ങൾ ആരാണ് വെറുതെ കള്ളും കുടിച്ച് വെറുതെ ആളെ വടിയാക്കാനായിട്ട്, മര്യാദക്ക് അത് തിരിച്ചു തന്നു പറയാണ്. ഇതേ സമയത്ത് തന്നെ രാജപ്പയുടെ ആൾക്കാർ ഇവരെ ചുറ്റും വളയുന്നുണ്ട്. ഇവർക്കിട്ട് പെരുമാറാൻ തന്നെ വരികയാണ്. ഇപ്പൊ കയ്യിലുണ്ടായിരുന്ന കത്തി പെട്ടെന്ന് തന്നെ ആ കൂട്ടത്തിൽ ഒരാളുടെ കഴുത്തിൽ വെക്കുന്നുണ്ട്. അനങ്ങിയവന്റെ കഴുത്തിനാർഗം മര്യാദക്ക് കളിക്കാതെ എന്റെ സ്വർണം തരാൻ വേണ്ടി ബസവ് പറയാണ്. ഇതേ സമയത്ത് തന്നെ രാജപ്പൻ മറ്റേ ആളോട് തലകൊണ്ട് എന്തോന്ന് കാണിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ എന്താക്കി ഇയാളുടെ കഴുത്ത് ആ ഒരു കത്തിയിലേക്ക് വെച്ച് ഒരൊറ്റ വരങ്ങ് വരക്കുകയാണ്. ഇയാൾ താഴേക്ക് പടഞ്ഞു വീണു. അതുപോലെ തന്നെ ബസവ ആകെ ഞെട്ടിപ്പോയി. ഇപ്പൊ ബസവയെ നോക്കിയിട്ട് രാജപ്പ പറയാണ് അല്ലടാ, മരിച്ച ആൾക്കാരെ നിങ്ങൾക്ക് പിന്നെയും കൊല്ലാൻ കഴിയോ? പയ്യെ പയ്യെ അവിടെ ഉണ്ടായിരുന്ന ഓരോ ആൾക്കാരുടെയും ആ ഒരു രൂപം മാറാൻ വേണ്ടി തുടങ്ങി. യഥാർത്ഥത്തിൽ ആ കോട്ടയിൽ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യന്മാരും അത് മനുഷ്യന്മാരല്ല, ആത്മാക്കളും മാത്രമായിരുന്നു. ഇതെല്ലാം കൂടി ഇവരങ്ങനെ പിടിക്കാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ രാജപ്പയുടെ ആ ഒരു രൂപം മാറുന്നുണ്ട്. അയാളുടെ തലയിലൂടെ സ്വർണം ഒലിച്ചതുപോലെയുള്ള പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ജീവനം കൊണ്ട് ഈ ബാഗ് എടുത്തുകൊണ്ട് ബസവയും ജോണും ഇവിടുന്ന് ഓടുകയാണ്. എന്നാൽ ഇവരുടെ ആ ഒരു വാഹനത്തിന്റെ അടിയിലേക്ക് ഒരു കള്ളം മാത്രം മള്ളി പിടിച്ചിരിക്കുകയാണ്. സൂര്യോദയം ആയതുകൊണ്ട് തന്നെ ഈ ആത്മാക്കൾക്ക് കോട്ട വിട്ട് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. കാരണം ആ പ്രകാശമാണ് അവരെ തടുക്കുന്നത്. എന്തായാലും ഭൈരവക്കോണ ആ ഒരു ഗ്രാമത്തിലൂടെ ഇവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെ കാണുകയാണ്. ഈ സൂര്യപ്രകാശം തട്ടുമ്പോഴേക്കും ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും അവരങ്ങനെ പതിയെ പതിയെ അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റെങ്ങോട്ടും ഈ ആത്മാക്കൾ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡോക്ടർ നരേപ്പി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നരപ്പ പറയാണ് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും അത് മനുഷ്യരല്ല, വെറും ആത്മാക്കളാണെന്ന്. ഇപ്പൊ നരപ്പയോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണോ ഈ ആത്മാക്കളുടെ ഇടയിൽ ജീവിക്കുന്നതെന്ന്. അപ്പൊ നരപ്പ പറയാണ് ഞാനും ഒരു ആത്മാവാണ്. അങ്ങനെ ഇവർ നോക്കി നിൽക്കെ ഈ ആത്മാക്കൾ മുഴുവനായിട്ടും ഒരു ചക്രത്തിന്റെ ഉള്ളിലേക്ക്, ഒരു വെളിച്ചത്തിന്റെ ഉള്ളിലേക്ക് അങ്ങനെ പോവാണ്. ഇപ്പൊ പെട്ടെന്ന് ഇവരുടെ വാഹനത്തിലുണ്ടായിരുന്ന ആ ഒരു സ്വർണത്തിന്റെ ബാഗ് ഇത് എടുത്തുകൊണ്ട് ഒരു കള്ളൻ അതിന്റെ ഉള്ളിലേക്ക് ഓടി കയറാണ്. നമ്മുടെ ബസ് ഓടിച്ചെന്ന് പിടിക്കാൻ നോക്കിയെങ്കിലും അവന് പറ്റിയില്ല. അങ്ങനെ ആ ഹോളിന്റെ ഉള്ളിലൂടെ അവൻ നോക്കിയ സമയത്ത് വല്ലാത്തൊരു കാഴ്ച കാണുകയാണ്. ആത്മാക്കളുടെ ആ ഒരു ലോകം അതവൻ നേരിട്ട് കാണുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങനെ പതിയെ മൂടി പോവാണ്. എന്താ പറയാ, നമ്മുടെ ബസവ, ജോണ്, അതുപോലെ തന്നെ ഭൂമി, ഇവര് 3 പേരും അന്തമിട്ട കുന്തം പോലെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെയാണ് സ്റ്റോറിയുടെ ഇന്റർവെൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വെച്ച് ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ പറ്റെങ്കിൽ ഒരു കമന്റ് ഇടുക. എന്നാൽ നമുക്ക് നേരെ കഥയിലേക്ക് തിരിച്ചു വരാം. അതായത് ഇവര് 3 പേരും നോക്കുമ്പോൾ ഈ ഗ്രാമത്തിൽ ഇപ്പൊ ഒന്നുമില്ല, ആകെ വിജനമായി കിടക്കുകയാണ്. ഈ ആത്മാക്കൾ മനുഷ്യരുടെ രൂപത്തിൽ നിന്ന എല്ലാ ആൾക്കാരും മറ്റേതോ ഒരു ലോകത്തിലേക്ക് പോയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇവർ 3 പേരും നിൽക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഒരു സന്യാസി പോകുന്നത് കാണുന്നത്. എന്നാൽ അയാളുടെ ആ ഒരു രൂപം കോലം ഇതൊക്കെ കാണുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള സന്യാസിയായിട്ട് തോന്നില്ല. അങ്ങനെ ആ സന്യാസിയുടെ പിന്നാലെ തന്നെ ഇവർ 3 പേരും പോകുന്നുണ്ട്. പോകുന്ന ആ ഒരു വഴികളൊക്കെ പഴയ ഗോപുരങ്ങളുണ്ടല്ലോ, അതിന്റെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു ആംബിയൻസ് ആണ്. അങ്ങനെ അവസാനം ഈ ഒരു സ്വാമിയുടെ അടുത്തേക്ക് ഇവർ എത്തുകയാണ്. സ്വാമിയോട് ചോദിക്കുകയാണ് ഇതൊക്കെ എന്താണ് ഈ ഗ്രാമം ഇങ്ങനെ? ആ സ്വാമിക്ക് പറയാനുണ്ടായിരുന്നു ഒരുപാട് അധികം കാര്യങ്ങൾ. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ശ്രീകൃഷ്ണദേവരായ എന്നൊരു രാജാവിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ ആ ഒരു ജനങ്ങൾ ഒരുപാട് ഉപയോഗിച്ച ഒരു പുസ്തകമായിരുന്നു ഗരുഡ പുരാണം. ആ ഗരുഡ പുരാണത്തിൽ ഒരു വാതിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ശുക്ലപക്ഷം വർഷത്തിൽ ഒരു പ്രത്യേക സമയത്ത് ആ വാതിൽ തുറക്കപ്പെടും. അതിനുള്ളിൽ അടക്കപ്പെട്ട ആത്മാക്കള് ഈ ഗ്രാമത്തിലേക്ക്, അതായത് ഭൈരവക്കോണയിലേക്ക് വരും. അതുപോലെ തന്നെ ആ പുസ്തകത്തിലെ ആ പേജുകളിൽ ഭൈരവക്കോണയെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞ കുറച്ചധികം യുവാക്കള് ഭൈരവക്കോണയിലേക്ക് വന്നു. പക്ഷെ പോയ ആ ഒരു യുവാക്കൾ ആരും തന്നെ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. അവരിവിടെ വെച്ച് മരണപ്പെട്ടു. പിന്നീട് ആ ഒരു ആത്മാക്കളുടെ ലോകം ഉണ്ടല്ലോ, അതിനുള്ളിൽ പെട്ടുപോയി. വർഷത്തിൽ ഒരു പ്രത്യേക സമയത്ത് മാത്രമേ ശുക്ലപക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാതിൽ ഓപ്പൺ ആയിട്ട് ഇവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുള്ളൂ. സംസ്കൃത ഭാഷയിൽ ഏതൊരു സമയം പറയുന്നുണ്ട്. അത് നമ്മളെ ഇംഗ്ലീഷ് മാസത്തിലേക്ക് വരികയാണെങ്കിൽ നവംബർ, ഡിസംബർ ആ ഒരു കാലഘട്ടത്തിലാണ്. വർഷത്തിൽ ആ ഒരു സമയത്ത് മാത്രമേ ഈ ആത്മാക്കൾക്ക് ആ ലോകത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയുള്ളൂ. അങ്ങനെ ഈ പുസ്തകം വായിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരെ തടുക്കാനായിട്ട് അന്നത്തെ രാജാവ് ഒരു കാര്യം ചെയ്തു. ഗരുഡ പുരാണം ആ പുസ്തകത്തിലെ ആ 4 പേജുകൾ കീറി മുറിച്ചു കളഞ്ഞു. പിന്നീടുള്ള പുസ്തകങ്ങളാണ് ബാക്കിയുള്ളവർ വായിച്ചത്. കാരണം ഭാവിയിൽ ഒരുപാട് ആൾക്കാർ ഭൈരവക്കോണയിലേക്ക് വന്നുകൊണ്ട് അപകടം വിളിച്ചു വരുത്തരുത് എന്ന് ആ ഒരു രാജാവിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭൈരവക്കോണ എന്ന ഈ ഒരു സ്ഥലത്തിന്റെ ഈ ചട്ടക്കൂടിന്റെ കാവൽക്കാരിയാണ് ബദ്ധമ്മ. ഒരു തവണ എങ്ങാനും ഒരു ആത്മാവ് ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോവാൻ ബദ്ധ
ബദ്ധമ്മ അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള 8 ശക്തികൾ അവർ സമ്മതിക്കില്ല. ഇനി എങ്ങാനും അതുപോലെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാക്കളെ ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ടുവരും. മാത്രമല്ല ഒരു അമാനുഷികമായിട്ടുള്ള പക്ഷി കൊണ്ട് അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുടുങ്ങി കിടക്കുന്ന ഈ ആത്മാക്കൾ ഇവിടെ വന്നിട്ട് മരിക്കുന്ന ആൾക്കാർ ഇതൊന്നും സാധാരണ ആൾക്കാരായിരിക്കില്ല. ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പ്രതികാരം, പക ഇതെല്ലാം തീർക്കാൻ പറ്റാതെ മരിച്ചുപോയ ആത്മാക്കളാണ് ഇങ്ങോട്ടേക്ക് വരിക ഭൈരവക്കോണയിലേക്ക്. അതായത് ഇവര് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ ആ ഒരു പ്രതികാരം വീട്ടിൽ തീർക്കുന്നത് വരെ. പക്ഷേ ബദ്ധമ്മ അവർക്ക് ആ ഒരു മോക്ഷം കൊടുക്കാനായിട്ട് പലതവണ അവരുടെ അടുത്തേക്ക് സമീപിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ ആ ഒരു ക്രോധം, വൈരാഗ്യം, ദേഷ്യം ഇതെല്ലാം കാരണം അവർ ഈ ഒരു ലോകത്തിൽ നിന്നും മുകളിലേക്ക് പോകാനായിട്ട് സമ്മതിക്കാറില്ല. അതാണ് നമ്മളൊരു സീനിൽ കണ്ടത്. ബദ്ധമ്മ അവരുടെ കയ്യിലൊരു വെളിച്ചവുമായിട്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിൽ തൊട്ടോ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്നൊക്കെ പറയുന്നത് ഒന്നില്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്, അല്ലാതെ ഭൈരവക്കോണ ഈ നാട് വിട്ട് ഈ ആത്മാക്കൾക്ക് ഒരിക്കലും പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഈ ആത്മാക്കൾക്ക് പ്രത്യേകിച്ച് ശക്തിയൊന്നുമില്ല. പക്ഷെ അവരുടെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ദേഷ്യമാണ്, വൈരാഗ്യമാണ്. ആ വൈരാഗ്യങ്ങൾ അവർക്ക് ചെറിയ ചില ശക്തികളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ സ്വാമി ഇവരോട് പറയാണ്. ഇതിങ്ങനെ കിടന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ ജോണ് പിന്നെയും പറയാണ്, നമുക്ക് ഇവിടെ നിൽക്കണ്ട, സ്കൂട്ടാവാം. അതുപോലെ തന്നെ ആ സ്വാമി ഒരു കാര്യം കൂടെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണ് നേരം വെളുക്കുന്നത് വരെ നിങ്ങളങ്ങനെ ജീവനോടെ നിലനിന്നത് കൊണ്ട് ആ ആത്മാക്കളുടെ ലോകത്തിലേക്ക് നിങ്ങളുടെ ആത്മാക്കൾ പോയില്ല. നിങ്ങൾ മരിക്കാത്തത് ഇത് ഒരുപാട് പേർക്കൊന്നും കിട്ടുന്ന ഒരു അവസരമല്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോയിക്കോ, ജീവൻ കാത്തു എന്ന് പറയാണ്. എന്നാൽ നമ്മുടെ ബസവയ്ക്ക് പോകാൻ പറ്റില്ല. അവനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി ഈ സ്വർണ്ണങ്ങൾ ആവശ്യമായിരുന്നു. പക്ഷേ ഇത് നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ ബസവ ഒരു ഐഡിയ പറയാണ്. രാജപ്പ അയാളുടെ കയ്യിലാണല്ലോ ഇപ്പൊ ആ ഒരു ആഭരണങ്ങൾ മുഴുവുള്ളത്. അയാളത് അയാളുടെ മകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഗീത, നീ ഒരു കാര്യം ചെയ്യ്, നീ അയാളുടെ മകളായിട്ട് അഭിനയിക്കുക. എന്നിട്ട് ആ ഒരു സ്വർണം അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് മേടിച്ചെടുക്കാം. എന്റെ പൊന്ന് ബസവ, എന്നെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ നീ പറയല്ലേ എന്ന ബസവ പറയാണ്. ദയവ് ചെയ്തിട്ട് ഒന്ന് എന്റെ കൂടെ നിൽക്കോ, നിനക്കൊന്നും പറ്റില്ല, ഞാൻ നന്നായിട്ട് നിന്നെ നോക്കിക്കോളാം. അപ്പൊ ഭയങ്കരമായിട്ട് ബസവ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഈ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തൊരു സംശയം ഈ ഒരു ഗീതക്ക് തോന്നി. അതുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല എന്താണ് ശരിക്കും നിന്റെ ലക്ഷ്യം? ആ സമയത്ത് ബസവ കുറച്ചധികം ഇമോഷണൽ ആവുന്നുണ്ട്. ഞാൻ ഒരുപാടധികം സ്നേഹിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഭൂമി. അവളെ എനിക്ക് നഷ്ടമായി, അവൾ മരിച്ചുപോയി. പക്ഷെ അവൾ ചെയ്യാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ അതെനിക്ക് ചെയ്ത് പൂർത്തിയാക്കണം. എന്റെ ഭൂമി ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്, അത് നിർബന്ധമായിട്ട് എനിക്ക് പൂർത്തിയാക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഗീതയും വല്ലാതെ ഇമോഷണൽ ആയി പോവാണ്. കാരണം ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് വിട്ടിട്ട് പോകുന്ന ആൾക്കാരാണ് അധികവും. പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടും അവൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ അത്രയും സ്നേഹമുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് ഗീത പറയാണ്, എന്ത് തന്നെ സംഭവിച്ചാലും ശരി നിന്റെ കൂടെ ഞാനുണ്ടാവും. പക്ഷെ ആദ്യം ഈ രാജപ്പ ആരാണ്, ഇയാളുടെ മകൾ എവിടെയാണ്, ഇതിനെക്കുറിച്ച് ആദ്യം ഇവർക്കൊരു സ്റ്റഡി നടത്തണമല്ലോ. അതുകൊണ്ട് ഇവർ എവിടെ നിന്നാണോ ആ ഒരു സ്വർണ്ണം മോഷ്ടിച്ചത് അങ്ങോട്ടേക്ക് തന്നെ, ആ ഗ്രാമത്തിലേക്ക് തന്നെ ഇവർ ചെല്ലുകയാണ്. മാത്രമല്ല കല്യാണം നടക്കാൻ നിൽക്കുന്ന ആ ഒരു കുടുംബം ഉണ്ടല്ലോ, അതിലെ പ്രധാന ഒരാളെ നമ്മുടെ ഗീത ഉപയോഗിച്ചുകൊണ്ട് ഇവർ നേരെ ഒരു മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. നല്ല പെട കൊടുത്തപ്പോൾ ഇവർ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കുള്ള ഉത്തരം ഇയാൾ പറയാൻ തുടങ്ങി. എങ്ങനെയാണ് ഈ കല്യാണ പെണ്ണിന്റെ അച്ഛന് ഈ ആഭരണങ്ങൾ കിട്ടിയത്? ആദ്യമൊന്നും പറഞ്ഞില്ല, പക്ഷെ നല്ല തല്ല കൊണ്ട സമയത്ത് ഇയാൾ പറയാണ്, കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ, അതായത് 20 വർഷങ്ങൾക്ക് മുന്നേ രാജപ്പ എന്ന വലിയൊരു കള്ളൻ ഉണ്ടായിരുന്നു. അയാൾ മോഷ്ടിച്ച് അയാളുടെ മകൾക്ക് വേണ്ടി എത്രയോ ആഗ്രഹിച്ചുണ്ടാക്കിയതായിരുന്നു ആ ആഭരണങ്ങൾ മുഴുവൻ. എന്ന് ഈ രാജപ്പയുടെ വീട്ടില് അന്ന് ജോലി ചെയ്തിരുന്ന ആളാണ് ഇപ്പൊ ഇവിടെ കല്യാണം നടക്കാൻ നിന്നിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ശേഖർ. ഈ ശേഖർ അന്ന് രാജപ്പയുടെ ആ ഒരു വലിയ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ മാത്രമായിരുന്നു. എന്നാൽ രാജപ്പ അയാളുടെ മകൾക്ക് വേണ്ടി ഒരുപാട് കട്ടെടുത്തിട്ടാണെങ്കിലും ആഗ്രഹിച്ചുണ്ടാക്കിയ ആ ഒരു ആഭരണങ്ങൾ അതിൽ ഈ ശേഖറിന് കണ്ണുണ്ടായിരുന്നു. സോ ഇയാൾ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ഇങ്ങോട്ടേക്ക് വരുന്നതിന്റെ ഇടയിൽ ആ സ്വർണവുമായിട്ട് ശേഖർ കടന്നു കളയാൻ നോക്കി. ഇത് കണ്ട രാജപ്പ ആകെ ഞെട്ടിപ്പോവാണ്. വിശ്വാസവഞ്ചന കാണിച്ചുവല്ലേ, എന്നെ ഒറ്റ കൊടുത്തുവല്ലേ. അപ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവർക്കിടയിൽ ഒരു ഉന്തും തള്ളുണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ രാജപ്പയുടെ കാല് തെറ്റിപ്പോയി നേരെ താഴേക്ക് വീഴാണ്. താഴെ ഉണ്ടായിരുന്ന ഒരു സ്വർണ്ണക്കുടത്തിൽ ഇയാളുടെ തല പോയി ഇടിക്കുകയാണ്. അവിടെ വെച്ച് രാജപ്പ മരിക്കുകയാണ്. സോ അതിനുശേഷം ഈ ഒരു ശേഖർ ആ ഒരു സ്വർണവുമായിട്ട് വലിയ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് മാറി. ഇതാണ് ഞങ്ങളുടെ കുടുംബ രഹസ്യം. ഇത്രയും വിവരം കിട്ടിയപ്പോൾ ബസവ മതി എന്ന് പറയാണ്. അങ്ങനെ ഇവര് ഗ്രാമത്തിലേക്ക് വീണ്ടും ഇറങ്ങാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ രാജപ്പയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ രാജപ്പയുടെ മകളെ കുറിച്ചും ഇവർ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് അന്നേ ദിവസം രാത്രി വീണ്ടും ഇതേ ഭൈരവക്കോണയിലേക്ക് തന്നെ ഇവർ തിരിച്ചെത്തുകയാണ്. അതായത് ഇതൊരു ജീവൻ മരണ കളിയാണ്. ഇന്നലെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് ഇന്ന് രക്ഷപ്പെടണം എന്നില്ല. അതുപോലെ ഇവർ വരുന്ന വിവരം ബദ്ധമ്മ അറിഞ്ഞിട്ടുണ്ട്. ബദ്ധമ്മയുടെ കൂടെ തന്നെ ആ ഒരു സ്വാമി ഉണ്ടായിരുന്നു. സ്വാമിയോട് ബദ്ധമ്മ പറയാണ്, വിധിയെ തടുക്കാനായിട്ട് നമ്മൾക്കാകില്ല. അതുപോലെ തന്നെ ബദ്ധമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വടിയെ നന്നായിട്ട് കൊണ്ടുപോയി പൂജിക്കാൻ വേണ്ടി ഈ സ്വാമിയോട് പറയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബസവ, ജോണി ഇവർ രണ്ടുപേരും കൂടെ രാജപ്പയുടെ ആ ഒരു കോട്ടയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് രാജപ്പയുടെ ആ ആത്മാവ് ഇവർ വന്ന കാര്യം അറിയുന്നില്ല. രാജപ്പ അയാളുടെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ പതിയെ നോക്കിയ സമയത്ത് ഈ രാജപ്പ ഉണ്ടല്ലോ, ഇയാളുടെ അച്ഛൻ ആരാണ്? നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡോക്ടർ നരപ്പ ഉണ്ടല്ലോ, കോമഡി പീസ്, ഇയാളാണ് രാജപ്പയുടെ അച്ഛൻ. ഇവിടെ വന്ന സമയത്ത് നമ്മുടെ ജോണിന്റെ കയ്യിൽ ചെറിയൊരു എട്ടുകാലി കയറുന്നുണ്ട്. അവനൊന്ന് നിലവിളിക്കുകയാണ്. അപ്പൊ തന്നെ രാജപ്പ ഇത് കാണുകയാണ്. രണ്ടുപേരെയും തൂക്കിയെടുത്ത് എറിയുന്നുണ്ട്. നല്ല പെട കൊടുക്കുന്നുണ്ട്. വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വർണം ആഭരണങ്ങൾ മോഷ്ടിക്കാൻ വന്നതല്ലേ ഇതും പറഞ്ഞുകൊണ്ട്. ഇതിനിടയിൽ നമ്മുടെ ബസവ് പറയാണ്, രാജപ്പ എന്നെ തല്ലല്ലേ, കാരണം നിങ്ങളുടെ മകളുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ഡോക്ടർ നരപ്പയും നേരെ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. മകൾ
മകളോ? അതേ കാർത്തിയായനി ഇപ്പൊ വാതിൽ തുറന്നുകൊണ്ട് നല്ല അടിപൊളി ഒരു നാടൻ പെണ്ണിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഗീത അങ്ങോട്ടേക്ക് വരികയാണ്. കണ്ടപ്പോ തന്നെ ഡോക്ടർ നരപ്പിക്ക് മനസ്സിലായി ഉടായിപ്പാണ്, ഈ രാജപ്പയെ പറ്റിക്കാൻ വേണ്ടി ഇയാളെ ഇമോഷണലി പിടിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയ ഒരു പ്ലാൻ ആണിതെന്ന്. സോ ഡോക്ടർ നരപ്പ, അതായത് രാജപ്പയുടെ അപ്പം പരമാവധി പറയുന്നുണ്ടെങ്കിലും രാജപ്പയ്ക്ക് ഇമോഷണലി ഈ ഒരു പെണ്ണിനെ കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് കണക്ട് ആവുകയാണ്. അത് അയാളുടെ മകളാണ് തന്നെ വിശ്വസിക്കുകയാണ്. പക്ഷെ അച്ഛനായിട്ടുള്ള ഡോക്ടർ നരപ്പ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നീ എന്റെ മകളാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? നീ കുട്ടിയായിരിക്കുന്ന സമയത്തെ നിന്നെയും കൊണ്ട് ഞാൻ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് വാങ്ങിയ ആ ഒരു കളിപ്പാട്ടും എന്റെ കയ്യിൽ നിന്ന് മിസ്സായി. അതിനുശേഷം നീ ഒരുപാട് വാശി പിടിച്ച് കരഞ്ഞിട്ട് അതെന്ത് കളിപ്പാട്ടാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഇപ്പൊ ആകെ കിടന്ന് വേർക്കാൻ തുടങ്ങുകയാണ് ബസവ, ജോണ്, അതുപോലെ തന്നെ ഗീത. പക്ഷെ എന്തെന്നറിയില്ല, പെട്ടെന്നൊരു ധൈര്യത്തിൽ ഗീത അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ആനയുടെ പാവയല്ലേ? ഇത് കേട്ട സമയത്ത് രാജപ്പയ്ക്ക് കൺഫേം ആയി ഇതെന്റെ മകള് കാർത്തിയായനി തന്നെയാണ്. സോ മകളെ കട്ടിപ്പിടിക്കലായി, കുറച്ചേറെ സെന്റിമെന്റലായി, ഒരു ആത്മാവാണ്. എന്നാലും മകളെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുകയാണ്, 20 വർഷത്തിന് ശേഷം കാണുകയാണ്. സോ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അവളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഗീതയല്ല കാർത്തിയായനി രാജപ്പയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. പക്ഷേ ഇവര് പോകുമ്പോൾ ഇവളുടെ കയ്യിൽ ആ ഒരു സ്വർണം ഏൽപ്പിക്കും എന്നാണ് ഇവർ കരുതിയത്. എന്നാൽ പോകുമ്പോൾ ഇയാൾ തിരിച്ചു വിളിക്കുന്നില്ല. എന്താ ഇയാൾ പറയാത്തേന്ന് നമ്മുടെ ബസവി അതുപോലെ തന്നെ ജോണും പറയുമ്പോൾ പെട്ടെന്ന് രാജപ്പ വിളിക്കുകയാണ്, നിങ്ങൾ അവിടെ നിൽക്കുന്ന് പറയാണ്. എന്താന്ന് ഗീത ചോദിക്കുമ്പോൾ അത് പിന്നെ എന്റെ മോളെ നിനക്കായിട്ട് മാറ്റി വെച്ച് ഒരുപാട് ആഭരണങ്ങളുണ്ട്, അതെടുക്കാതെയാണോ നീ പോകുന്നത്? അങ്ങനെ ആ ഒരു ബാഗ് ഇപ്പോൾ അവളുടെ കയ്യിൽ തന്നെ, ഗീതയുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയാണ് ബസവ പ്ലാൻ ചെയ്തതുപോലെ. അങ്ങനെ ഇവർ 3 പേരും ജീപ്പിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ഈ രാജപ്പയുടെ ആത്മാവുണ്ടല്ലോ അതിന്റെ കീശയിലായിട്ട് ഒരു പാദസരം കാണുകയാണ്. ഇത് കണ്ട് ജോണ് പറയാണ്, എല്ലാം കൊടുത്തില്ല, എന്നാ പിന്നെ അതുകൂടെ ആ ഒരു ബാഗിലേക്ക് ഇട്ടേക്ക്. അത് ഞാൻ മറന്നുപോയി. ഇതും പറഞ്ഞിട്ട് ഈ രാജപ്പ ഇയാളുടെ കീശയിൽ നിന്നും ആ ഒരു പാദസരം എടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, മോളെ ഇത് ഞാൻ നിന്റെ കാലിൽ ഇട്ട് തരാം. അതുപോലെ തന്നെ നിന്റെ ആ ഒരു ഞെരിയാണിയുടെ ഭാഗത്തായിട്ട് ഒരു പാടുണ്ടായിരുന്നില്ലേ, എന്തായാലും മോൾ ഇങ്ങോട്ട് വാ, ഞാൻ ഇത് ഇട്ട് തരാന്ന് പറയാം. പണി ഏകദേശം പാള് വന്ന് ഇവർക്ക് 3 പേർക്കും മനസ്സിലായി. കാരണം ഗീതയുടെ കാലിൽ അങ്ങനത്തെ ഒരു പാടേ ഇല്ല. മടിച്ച് അവസാനം അവൾ ആ ഒരു കാല് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു രാജപ്പൻ നിർബന്ധിച്ചതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് അവസാനം ആ ഒരു പാദസരം ഇടാൻ വേണ്ടി ഞെരിയാണിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആ ഒരു പാടില്ലായിരുന്നു. രാജപ്പൻ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആളുടെ അച്ഛനായിട്ടുള്ള ഡോക്ടർ നരപ്പ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ഇവര് നിന്നെ പറ്റിച്ചതാണ്, ആ ആഭരണങ്ങൾ നിന്റെ കയ്യിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നും നോക്കിയില്ല, ബസവ, ജോണ്, നമ്മുടെ ഗീത ആ ഒരു ജീപ്പിലേക്ക് ചാടി കയറുകയാണ്. വണ്ടിയുമായിട്ട് ഒരൊറ്റ പോക്കുവാണ്. സ്വർണം കൊണ്ടുപോയതല്ല, രാജപ്പനെ മകളുടെ പേര് പറഞ്ഞ് ഇവർ വഞ്ചിച്ചതില് രാജപ്പയ്ക്ക് ഭയങ്കരമായിട്ട് കലി കയറുകയാണ്. ഈ ഒരു ഗ്രാമത്തിന്റെ പല ഭാഗത്തുകൂടിയും ഇവരുടെ ഈ ഒരു ജിപ്സിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷേ ഈ ഗ്രാമം വിട്ട് മാത്രം ഇവർക്ക് പോകാൻ കഴിയുന്നില്ല. പല ആൾക്കാരും പല പ്രേതങ്ങളും ഇവരുടെ മുന്നിലേക്ക് വന്നു നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ബദ്ധമ്മ തന്നെ ഇവരുടെ മുന്നിൽ വന്നു നിന്നിട്ട് പറയാണ്, ഇത് വിധിയാണ്, ആ വിധിയെ തടുക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. മാത്രമല്ല ഒരുപാട് ആത്മാക്കൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. ഇവരെല്ലാവരും ആ ഒരു വണ്ടിയിൽ നിന്ന് പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുകയാണ്. അതിന്റെ കൂടെ തന്നെ ബസവയോട് ഈ ഒരു ബദ്ധം ഒരു കാര്യം പറയുന്നുണ്ട്, നിനക്കായിട്ട് ഒരാൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന്. ആ ആളിപ്പോ അങ്ങോട്ടേക്ക് വരികയാണ്. ബസവ അവളെ കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അത് മറ്റാരുമല്ല, മരിച്ചുപോയ ഭൂമിയുടെ ആ ആത്മാവായിരുന്നു. ഭൂമി എന്നല്ല, ഇവിടെയുള്ള എല്ലാവരും ആത്മാക്കളാണ്. അവളെ നേരിട്ട് കണ്ട സമയത്ത് ഇപ്പൊ ബസവ വല്ലാതെ ഞെട്ടിത്തെരിച്ച് അവൻ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഭൂമി ബസവയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവനോടൊരു കാര്യം ചോദിക്കുകയാണ്, എന്തിനാണ് എന്നോട് ആ ഒരു ക്രൂരത നീ ചെയ്തതെന്ന്? ശരിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലെ? അതായത് ഭൂമിയേട്ടന് പറയാണ്, എന്നെ കൊന്നത് എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ടും നീ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ, കൊന്നില്ലേ? ഇപ്പൊ നമ്മുടെ ബസവ അതിനെ ആദ്യമൊക്കെ എതിർക്കാനല്ല ഇങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കുമ്പോൾ അവള് പറയാണ്, ഒന്നും പറയണ്ട, എപ്പോഴും നീ നുണയെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അവസാനം ബസവ സമ്മതിക്കുകയാണ്, ശരിയാണ്, ഞാൻ തന്നെയാണ് നിന്നെ കൊന്നത്. ഇപ്പൊ അവിടേക്ക് രാജപ്പയുടെ ഒരു ആത്മാവ്, ബാക്കിയുള്ള എല്ലാ ആത്മാക്കളും എത്തിയിട്ടുണ്ട്. സോ ഒരു പെൺകുട്ടിയെ കൊന്നിട്ടുണ്ട്, അതുപോലെ തന്നെ രാജപ്പയെ പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനുള്ള പണിഷ്മെന്റ് ഞങ്ങൾ കൊടുത്തോളാന്ന് പറയാണ്. അത് മോള് നേരിട്ട് കണ്ടോ എന്ന് ഈ ഭൂമിയോട് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് അത് നേരിട്ട് നോക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ രാജപ്പയുടെ ആ ഒരു ആത്മാവ്, ബാക്കിയുള്ള ആത്മാക്കളൊക്കെ ക്രൂരമായിട്ട് ഇപ്പൊ ബസവയെ എടുത്ത് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഭൂമി മറ്റൊരു ഭാഗത്തേക്ക് പോയി നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് ബദ്ധമ്മ വരുന്നുണ്ട്. നീ എന്താണ് ആ കാഴ്ച കാണാത്തത്? അത് കാണാനല്ലേ നീ ആഗ്രഹിച്ചത്? അതിനു വേണ്ടിയല്ലേ കാട്ടിൽ വഴിതെറ്റി നിന്ന അവനെ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അതായത് ഒരു മിന്നാമിനിങ്ങിന്റെ ആ ഒരു വെട്ടം നീളത്തിലെ ഒരു കണ്ടില്ലേ, ശരിക്കും അത് ഉണ്ടാക്കി വെച്ചത് ഈ ഭൂമിയായിരുന്നു. എന്തിനാണെന്നല്ലേ, ഭൈരവക്കോണയിലേക്ക് ബസവയെ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഇവിടെ വെച്ച് അവൻ മരണപ്പെടുന്നത് നേരിട്ട് കാണാനും. എന്നിട്ടും എന്തുകൊണ്ട് അവൾ അതിന് പോയി നിൽക്കുന്നില്ല? കാരണം അവളുടെ ഉള്ളിലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇതേ സമയത്തിന് ബദ്ധമ്മ പറയാണ്, നീ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്, അത് നീ നേരിട്ട് കാണണം, അത് നീ കണ്ട് മനസ്സിലാക്കണം, പറ്റുകയാണെങ്കിൽ അവന് പുറത്തു കൊടുക്കണം. അങ്ങനെ ഈ ബദ്ധമ്മ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ബസവ ഭൂമിയെ ലോക്ക് ചെയ്ത് ആ റൂമിലിട്ടില്ലേ, ആ സമയത്ത് എത്രത്തോളം അവളെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിരുന്നു, അല്ലെങ്കിൽ അവളെ പ്രണയിച്ചു, ആ കാര്യങ്ങളൊക്കെ ഈ ഭൂമി തന്നെ നേരിട്ട് കാണുകയാണ്. മാത്രമല്ല ബസവ ഇപ്പോൾ ഈ നാഗേന്ദ്രൻ ഇയാളുടെ ആളുകളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനി എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തോ, ഈ പെൺകുട്ടിയെ ഞാൻ ഇനി വിട്ടുതരില്ല, അവളുമായിട്ട് ഞാൻ രക്ഷപ്പെടാൻ പോവുകയാണ്. എന്നാൽ നാഗേന്ദ്ര ഓൾറെഡി ഭൂമിയെ കൊല്ലാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ വിഷയം നമ്മുടെ ബസവ അറിയുന്നില്ല. ഇപ്പൊ ഭൂമിയെ വിളിക്കാനായിട്ട് രക്ഷപ്പെടാനായിട്ട് ആ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് രക്ഷപ്പെടാനായിട്ട് ഭൂമി ഒരു പരിപാടി ഒപ്പിക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണ്. ബസവ ഉള്ളിലേക്ക് പോയപ്പോൾ അവനെ ലോക്ക് ചെയ്തുകൊണ്ട് ഈ ഭൂമി അതുപോലെ തന്നെ സിദ്ധയും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ ബസവ ഒരുപാട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ നിന്നെ രക്ഷിക്കാൻ
വന്നതാണ്, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അങ്ങനെ പലതവണ അവൻ പറഞ്ഞെങ്കിലും ഇതൊന്നും വിശ്വസിക്കാതെ ഭൂമി ഓടുകയാണ്. എന്നാൽ അവള് ചെന്ന് പെട്ടത് ഈ നാഗേന്ദ്രയുടെ മുന്നിൽ. നാഗേന്ദ്രക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവർ ആ ഒരു സ്ഥലം എടുക്കാൻ നോക്കിയിട്ട് എന്നാൽ അത് വിട്ടുകൊടുക്കാതെ ഒരുപാട് നിയമ പോരാട്ടം ഈ ഭൂമി നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ദേഷ്യം കാരണം അവളെ ഇവിടെ വെച്ച് കൊല്ലാനാ വന്നത്. എന്നാൽ ഈ ഭൂമിയുടെ കയ്യിൽ വിഷമുള്ള ആ ഒരു കമ്പങ്കഷൻ ഉണ്ടായിരുന്നല്ലോ, ഇത് വെച്ച് ഇയാളുടെ ദേഹത്തേക്കിട്ട് ഒറ്റ കുത്തു കൊടുക്കുകയാണ്. ഇയാൾ അവിടെ തളർന്ന് വീഴുന്നുണ്ട്. അവൾ ആക്രമിക്കാൻ വന്ന ഒരാളെയും ഇതുപോലെ തന്നെ ഭൂമി ഒരു കമ്പ് വെച്ച് കുത്തുന്നുണ്ട്. പിന്നീട് ആ ഒരു തോട്ടത്തിലേക്ക് അവൾ ഓടിച്ചെല്ലുകയാണ്. അപ്പോഴേക്കും ബസവ വാതിലും ചവിട്ടി പൊളിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ളത് നാഗേന്ദ്രയുടെ ആൾക്കാരാണെന്നും അവൻ നോക്കിയില്ല. കയ്യിൽ കിട്ടിയ ആയുധം വെച്ച് ഓരോന്നിനെയും വെട്ടാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ കാര്യമൊന്നും നമ്മുടെ ഭൂമി അറിയുന്നില്ല കേട്ടോ, കാരണം അവൾ വേഗത്തിൽ മുന്നോട്ടേക്ക് ഓടുകയാണ്. മാത്രമല്ല ആ സമയത്ത് അവളുടെ തലയിൽ ഒരു ഷാള് വന്ന് വീണു. ഇതേ സമയത്താണ് ബസവ ഒരു അരിവാളെടുത്ത് ഈ നാഗേന്ദ്രയുടെ ഒരാളുടെ കഴുത്തിനിട്ട് ഒരേറ്റ വീശിൽ വീശുന്നത്. എന്നാൽ ആ വീശിൽ നേരെ തിരിഞ്ഞ് ഷാള് വീണ് പോയ ഈ ഭൂമിയുടെ കഴുത്തിനും തട്ടുകയാണ്. ഇപ്പൊ അവളുടെ കഴുത്തിൽ നിന്ന് ചോര വരുന്നുണ്ട്. അതായത് മരണസമയത്ത് അവസാനമായിട്ട് ഭൂമി എന്താ കാണുന്നത്, അവളുടെ കഴുത്ത് വെട്ടിയ ഈ ബസവയെ. എന്ന ബസവ എന്താ ചെയ്യാൻ നോക്കിയത്, അവളെ രക്ഷപ്പെടുത്താനാണ്. പക്ഷേ കയ്യബന്ധം പറ്റിപ്പോയി, അവള് മരണപ്പെട്ടു. അതുപോലെ തന്നെ ബസവ ഭൂമിയുടെ ആൾക്കാരുടെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. അവരുടെ ആ ഒരു ദയനീയമായ അവസ്ഥ ഇതെല്ലാം കണ്ട് ബസവ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ചെന്നു കാര്യങ്ങൾ പരമാവധി പറഞ്ഞു നോക്കുകയാണ്. ഒരു രീതിയിലും അവരെടുക്കുന്നില്ല. ഇപ്പൊ ആ ഉദ്യോഗസ്ഥരോട് പറയാണ്, ഓരോരുത്തർക്കും ഓരോ കോടി രൂപ ഞാൻ തരാം, അവരുടെ ആ ഒരു സ്ഥലം അവർക്കായിട്ട് തിരിച്ചു കൊടുക്കും നിങ്ങൾ. അപ്പൊ അവര് പറഞ്ഞു ശരി നീ കൊണ്ടുപോവാ, അങ്ങനെയാണെങ്കിൽ തിരിച്ചു തരാം. അങ്ങനെ ആ കാശ് ഉണ്ടാക്കാനായിട്ടാണ് ഇതുപോലെ ഈ ഗ്രാമത്തിൽ വന്ന് ഇത്രയും വലിയ ഈ ആഭരണങ്ങൾ മോഷ്ടിച്ച് നമ്മുടെ ബസവ് പോയത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ സമയത്ത് ഭൂമിക്ക്, അതായത് ഭൂമിയുടെ ആത്മാവിന് വലിയ കുറ്റബോധം തോന്നുകയാണ്. എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബദ്ധമ്മയോട് പറയാണ്. അതുപോലെ തന്നെ ബദ്ധമ്മ ആ സ്വാമിയുടെ കയ്യിൽ പൂജിക്കാനായിട്ട് കൊടുത്ത ആ ഒരു വടി ഉണ്ടല്ലോ, ആ വടി എന്ന് പറഞ്ഞാൽ എന്താണ്, ആത്മാക്കളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന വടിയാണ്. പൂജയെല്ലാം കഴിഞ്ഞു, ആ വടിക്ക് അതിന്റേതായ ആ ശക്തി വന്നു. നേരെ ഇപ്പൊ ബസവയുടെ മുന്നിൽ ആ ഒരു വടി വന്ന് നിൽക്കുകയാണ്. അതിലേക്ക് ബസവ് പിടിക്കുന്നുണ്ട്. അവൻ ഇത്രയും നേരം ആക്രമിച്ച എല്ലാ ആത്മാക്കളെയും അത് വെച്ച് അവൻ തിരിച്ചടിക്കുന്നുണ്ട്. പ്രധാനമായും രാജപ്പയെ, അവസാനം രാജപ്പയെ അടിച്ചു വീഴ്ത്തിയിട്ട് അവന്റെ ആത്മാവിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു വടി രാജപ്പയെ കുത്താൻ നോക്കുന്ന സമയത്ത് രാജപ്പ കരഞ്ഞു പറയാണ്, ദയവ് ചെയ്തിട്ട് എന്നോട് ഇത് കാണിക്കരുത്, കാരണം എനിക്കെല്ലാം നഷ്ടമാകാൻ കാരണമായ ആളെ എനിക്ക് കൊല്ലണം, എനിക്ക് കൊല്ലണം. ഈ സമയത്ത് മറ്റൊരു കാര്യം നമ്മുടെ ബസവ് പറയുന്നുണ്ട്, നീ കൊല്ലുകയാണെങ്കിൽ നിന്റെ മകൾ രണ്ടാമതും അനാഥയാകും. ഇത് കേട്ടപ്പോ രാജപ്പയ്ക്ക് കാര്യം എന്താന്ന് മനസ്സിലായില്ല. എന്താന്നില്ല കാര്യം, അന്ന് രാജപ്പയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. ശേഖർ ആ ഒരു സ്വർണവുമായിട്ട് ഇവിടുന്ന് പോകുന്ന സമയത്ത് രാജപ്പയുടെ ആ ഒരു മകളുണ്ടല്ലോ കാർത്തിയ, അവൾ അവിടെ നിന്ന് കരയുന്നതായിട്ട് ഈ ശേഖർ കണ്ടു. ആ ഒരു സമയത്ത് വല്ലാത്തൊരു മനസ്സാക്ഷിക്കുത്ത് ഈ ഒരു മനുഷ്യന് തോന്നി. അതുകൊണ്ട് തന്നെ പോലീസുകാർക്കിടയിൽ നിന്നും ആ ഒരു പെൺകുട്ടിയുമായിട്ടാണ് ശേഖർ ഇവിടുന്ന് പോയത്. അതായത് കഥയുടെ ആരംഭത്തിൽ ഒരു കല്യാണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ശേഖറിന്റെ മകളെ, അത് ശേഖറിന്റെ മകളല്ല, ഈ രാജപ്പയുടെ മകളാണ്. ഇത് കേട്ട സമയത്ത് രാജപ്പ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നീട് പ്രതികാരം ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഇയാളിങ്ങനെ ആലോചിക്കുകയാണ്. കാരണം മകൾ ഇപ്പൊ നല്ല രീതിയിലാണ് കഴിയുന്നത്. ഇനിയും ആ ഒരു ദേഷ്യവും വൈരാഗ്യമൊന്നും മനസ്സിൽ വെച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ രാജപ്പയും അയാളുടെ ഉള്ളിലെ ആ ഒരു ക്രോധത്തെ വേണ്ടാന്ന് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മാക്കളുടെ ലോകത്ത് നിന്നും സ്വർഗ്ഗലോകത്തിലേക്ക് ഇയാൾ പോവുകയാണ്. അതുപോലെ തന്നെ ഭൂമിക്കും നമ്മുടെ ബസവ വാക്ക് കൊടുക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും നിന്റെ ആൾക്കാർക്ക് നിങ്ങളുടെ ആ ഒരു മണ്ണ് അത് തിരിച്ചു പിടിച്ചു കൊടുത്തിരിക്കും. സോ അവസാനമായിട്ട് ഭൂമിയും നമ്മുടെ ബസവയോട് യാത്ര പറയാണ്. അങ്ങനെ എല്ലാ ആത്മാക്കളും ആ ഒരു വലയത്തിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. കാരണം ശുക്ലപക്ഷ എന്ന ഒരു കവാട് ഉണ്ടല്ലോ, അത് ഈ ദിവസം അടയാൻ വേണ്ടി പോവാണ്. ഇനി അടുത്ത വർഷമേ തുറക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ ആത്മാക്കളും തിരിച്ചുപോയി. അതുപോലെ തന്നെ ബസവ അവൻ പറഞ്ഞ ആ ഒരു വാക്ക് പാലിക്കുകയാണ്. ആ മണ്ണ് ആ ജനങ്ങൾക്ക് തന്നെ തിരിച്ചു പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. കഥ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും അടുത്ത നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.